മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനിൽ നിന്നും മാർക്കോയെ കുറിച്ച് അറിയുന്ന അനന്ത് പറയുന്നുണ്ട്, പേരെടുത്ത ഒരു വക്കീലിനെ വെച്ച് കേസ് വാദിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഞാനും അതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എത്ര പണം ചെലവാക്കിയാലും വേണ്ടില്ല, മാർക്കോയെ നമുക്ക് രക്ഷിക്കണം. ഇന്നാള് ഞങ്ങൾ രണ്ടുപേരെയും രക്ഷിച്ചത് മാർക്കോ ആണെന്ന് തിരിച്ചറിഞ്ഞത്. നേരത്തെ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോ ആ സംശയം തീർന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് മാർക്കോ തന്നെ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച കാര്യവും അന്ന് മാർക്കോയുടെ വേഷം കണ്ടപ്പോ സാക്ഷാൽ അയ്യപ്പസ്വാമിയാണെന്നാണ് കരുതിയത്. എല്ലാം അവിശ്വസനീയമായി തോന്നുന്നു മഹി കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പരിചയമുള്ള കുറച്ച് അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവരെക്കാൾ മിടുക്കരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്ന് കണ്ണൻ പറയുമ്പോൾ ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണ് എന്നുള്ള അനന്തുവിന്റെ ചോദ്യത്തിന് അറിയില്ല എന്നും നേരത്തെ അത് അറിഞ്ഞു വെക്കണം, എന്നിട്ട് അയാളുമായിട്ട് പൊരുതുന്ന മിടുക്കനായിട്ടുള്ള ഒരാളെ തന്നെ വെക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവൻ രക്ഷിച്ച മാർക്കോയെ ജയിലിൽ പോയി കാണാൻ വയ്യ എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മാർക്കോയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും അർദ്ധരാത്രത്തിൽ സുന്ദരിയായുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാലും അവളോട് പോലും മോശമായിട്ട് മാർക്കോ പെരുമാറില്ല, അത്രയ്ക്ക് സത്യസന്ധനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നെല്ലാം മഹി പറയുമ്പോൾ ഒരു കാരണവരെ ആക്സിഡന്റിനെ പറ്റിയിട്ട് തോമസ് ഡോക്ടറുടെ അടുത്ത് മാർക്കോ എത്തിച്ചതും ആ കാരണവര് മരിച്ച ശേഷം മാർക്കോയെ കള്ളക്കേസിൽ കുടിക്കാൻ നോക്കിയ കഥകളും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. ഇതേ സമയം ഇതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ ശത്രുക്കൾ തന്നെ ആയിരിക്കുമോ? കാരണം മാർക്കോ ആണല്ലോ കരുണയുടെ അച്ഛനെയും അമ്മാവനെയും തല്ലി ഹോസ്പിറ്റലാക്കിയത് എന്നുള്ളൊരു സംശയം മഹി പറയുമ്പോൾ മാർക്കോയെ ജാമ്യത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അതൊക്കെ അവൻ തന്നെ തെളിയിച്ചോളും. ആദ്യം അതിനുള്ള വഴി നോക്കണം. മാർക്കോ ഒരിക്കലും അകത്ത് കിടക്കേണ്ടവനല്ല, അവൻ പുറത്തു തന്നെ ജീവിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് മാർക്കോയുടെ വക്കീലിനെ കാണാനെത്തുന്ന മേഘൻ, സാറിന് അവൻ തരുന്നതിന്റെ ഇരട്ടി തുക ഞാൻ തരാം, ഒരു കാരണവശാലും അവൻ കോടതിയിൽ എത്തരുത്, അവന് ജാമ്യം കിട്ടരുതെന്ന് പറയുമ്പോൾ അവനെങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് ഭയപ്പെടുമ്പോ സാർ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ മേഘന്റെ ഓഫറിൽ വീഴുന്ന വക്കീല് ഇന്ന് തന്നെ സാറിന് പറയുന്ന തുക കയ്യിലെത്തുമെന്ന് വക്കീലിനോടായിട്ട് പറയുന്നുണ്ട്. മാർക്കോ അങ്ങനെ വലിയ തുകയൊന്നും തരാറില്ല, പലപ്പോഴും ഫ്രീ ആയിട്ടാണ് അവന് വേണ്ടിയിട്ട് ഞാൻ കേസ് വാദിക്കാറുള്ളത്. പക്ഷെ തിരിച്ചു പല പ്രയോജനങ്ങളും എനിക്കും അവനെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അവനെ മനഃപൂർവ്വം ചതിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വക്കീലാണെന്നോ പോലീസാണെന്നോ അവൻ നോക്കില്ല, അവരൊക്കെ പിന്നെ നാട് വിട്ടാൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് വീണ്ടും ഭയപ്പെടുമ്പോൾ അവൻ ജയിലിൽ പോയാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിനെ വീണ്ടും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മിഖൻ. ഇത് കേൾക്കുന്ന വക്കീല് പറയുന്നുണ്ട്, ഇനി റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ പോയാലും അവിടെ നിന്ന് ചിലപ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്, എന്നാലും വീണ്ടും അവിടെ നിന്നും ജയിലിൽ പോയാലും പരോളിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും. ആ സമയത്ത് അവനെ വഞ്ചിച്ച് ആരായാലും അവർക്ക് അവൻ ടാർഗറ്റ് ഇടും. ചങ്കുറപ്പുള്ളവനാണ് മാർക്കോ, അവൻ ഒരാളെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മുട്ടുകാലിഴഞ്ഞ് നടന്നാൽ മതി എന്നൊക്കെ മാർക്കോയെ കുറിച്ച് മേഘനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ വക്കീല്. ഇനി സാർ അവന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായാലും അവൻ ഈ കേസ് ജയിക്കാനൊന്നും പോകുന്നില്ല, കാരണം സാഹചര്യ തെളിവുകളൊക്കെ അവനെതിരാണ്. ഞാൻ തരുന്ന പണവും വാങ്ങി സ്ഥലം വിടുന്നതല്ലേ നല്ലത് എന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോ എന്റെ ഓഫീസിലേക്ക് നേരിട്ട് വന്ന് ക്യാഷ് ഏൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ വക്കീല്. അങ്ങനെ മാർക്കോയുടെ വക്കീലിനെയും മേഘൻ വിലക്കെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മേഘനാണെങ്കിൽ മാർക്കോയെ കാണാനായിട്ട് ജയിലിലെത്തുകയാണ് കേട്ടോ. ഇതുവരെ SI സാർ നിനക്ക് ഒരുപാട് ഔദാര്യം തന്നതുകൊണ്ടാണ് നിന്നെ ഇതുവരെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത്, പക്ഷെ നിന്നെ ഇന്ന് കൊണ്ടുപോകുമെന്ന് മേഘൻ പറയുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. നിന്നെ രക്ഷിക്കാൻ കോടതിയിൽ ഒരു വക്കീലും വരില്ല, നിനക്ക് വേണ്ടി ഇതുവരെ ഹാജരായിരുന്ന വക്കീല് പോലും, അതുകൊണ്ട് നിന്നെ ഇന്ന് റിമാൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് നീ പുറം ലോകം കാണില്ല, അതുപോലൊരു പൂട്ടിട്ടാണ് ഞാൻ നിന്നെ പൂട്ടിയിരിക്കുന്നത് എന്നെല്ലാം മാർക്കോയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. ഇത് കേൾക്കുന്ന മാർക്കോ, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നോടിത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, നിന്നെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഇനി നിന്റെ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല, നീ എന്നെ പൂട്ടിയതിനേക്കാൾ വലിയ താഴ്ത്ത നിന്നെ ഞാൻ പൂട്ടുമെന്ന് മാർക്കോ പറയുമ്പോൾ പുറത്തുള്ള മാർക്കോ ശക്തനായിരിക്കും, പക്ഷെ നീ അതിന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. പെൺകുട്ടികളോട് കൂട്ടുകൂടിയിട്ട് ഒരാണിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ആണത്തല്ലട എന്ന് മാർക്കോയും നല്ല മറുപടി തന്നെ മേഘന് കൊടുക്കുന്നുണ്ട്. നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കേസ് നീ ഏറ്റെടുത്തു, അത് ആർക്കു വേണ്ടിയിട്ടാണെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് മേഘൻ പറയുമ്പോൾ ഞാൻ എന്റെ കാര്യം നോക്കി തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷെ ഞാൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കുമെന്ന് തന്നെ തീർത്ത് പറയാണ് കേട്ടോ മാർക്കോ. നീ ഇഷ്ടം പോലെ പ്രതികരിച്ചോ, അത് പക്ഷെ പുറത്തു വേണ്ട, അകത്തു മതി, നിന്നെ കൊണ്ടുപോകാനുള്ള സമയമായി, ഞാനും അവിടെ കോടതിയിലുണ്ടാകും, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രകടനം കഴിഞ്ഞ് നിന്നെ ജയിലിലേക്ക് പോകുന്നത് എനിക്ക് നേരിട്ട് കാണണമെന്ന് വെല്ലുവിളിച്ച് മേഘൻ പോകുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് മാർക്കോയെ കോടതി
കോടതിയിൽ ഹാജരാക്കുന്നതാണ്. അപ്പൊ മേഘനും ഗുണ്ടകളും റിമിയൊക്കെ കോടതിയിൽ മുറിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം തുടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാർക്കോയുടെ മുഴുവൻ പേരും തുടർന്ന് മാർക്കോയുടെ അച്ഛന്റെയും അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വക്കീൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം അറിയില്ല എന്നുള്ള മാർക്കോയുടെ ഉത്തരം കേൾക്കുമ്പോൾ അനാഥനാണോ എന്ന ചോദ്യത്തിന് അതുകൊണ്ടാണല്ലോ അച്ഛനെയും അമ്മയെയും അറിയാതെ പോയത് എന്ന് ഉരുളയ്ക്കുപ്പേരി പോലെ വക്കീലിന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് മാർക്കോ എത്ര വരെ പഠിച്ചു എന്നുള്ള ചോദ്യത്തിന് MA വരെയെന്നും അപ്പോ ഏതായിരുന്നു സബ്ജക്ട് എന്ന ചോദ്യത്തിന് പൊളിറ്റിക്സ് എന്ന് മാർക്കോ മറുപടി കൊടുക്കുമ്പോൾ അപ്പോ രാഷ്ട്രീയ ഗുണ്ടയാണോ എന്നിട്ട് ഇത്രയും കാലം അങ്ങനെയാണോ ജീവിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ആരുടെയും ഗുണ്ടയല്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് മാർക്കോയുടെ വയസ്സിനെ കുറിച്ച് വക്കീല് ചോദിക്കുമ്പോൾ 28 എന്ന് പറയുന്നതും പെണ്ണ് കിട്ടിയിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോ അതുകൊണ്ടാണ് പെൺകുട്ടികളെ പൊതുനിരത്തിൽ വെച്ച് ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നത്, അതൊരു തരം ഞരമ്പ് രോഗമാണ് എന്നെല്ലാം മാർക്കോയെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് വക്കീല് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു പെൺകുട്ടിയോടും പൊതുനിരത്തിൽ വെച്ചെന്നല്ല എവിടെ വെച്ചിട്ടും അപമര്യാദയായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. റിമ എന്ന പെൺകുട്ടിയെ 2 സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത് എന്നെല്ലാം തന്റെ നിരപരാധിത്വം കോടതിക്ക് മുന്നിൽ തുറന്നു പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീടാണ് അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലായത് എന്ന് മാർക്കോ പറയുന്നുണ്ട്. തുടർന്ന് പാലരുവി ബസ് സ്റ്റാൻഡിൽ വെച്ച് 7 ഗുണ്ടകളെ അടിച്ച് നിലംപരാശാക്കിയ മാർക്കോയുടെ വീഡിയോ വക്കീല് കോടതിക്ക് മുൻപിൽ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ നാട്ടിലെ ഗുണ്ടകൾക്ക് പോലും ഇയാളെ ഭയമാണെന്നും സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ഒരു മടിയും ഇല്ലാത്ത ഒരു ക്രിമിനലാണ് മാർക്കണ്ഡേയൻ എന്ന ഈ 28കാരൻ എന്നെല്ലാം വക്കീൽ ഇങ്ങനെ പച്ചക്കള്ളം തട്ടിവിട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ മാർക്കോയുടെ. തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമാണെന്നും കോടതിക്ക് മുൻപാകെ ഉറപ്പിച്ചു തന്നെ മാർക്കോ പറയുന്നുണ്ട്. തുടർന്ന് താൻ നിരപരാധികളെ തല്ലുന്ന ഒരാളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം വക്കീല് പറയുമ്പോൾ ആരുടെ ദേഹത്തും ഞാൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനവർ അർഹരാണ് എന്ന് മാർക്കോയും പറയുന്നുണ്ട് കേട്ടോ. സ്വന്തം അമ്മയെ അറിയില്ല, സഹോദരിമാരില്ല, അതുകൊണ്ട് അമ്മയുടെയും പെങ്ങൾമാരുടെയും ഒന്നും വില അറിയില്ല, അതുകൊണ്ടാണ് പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയത് എന്ന വക്കീൽ വീണ്ടും കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് കോടതിയിൽ വാദിക്കുകയാണ് കേട്ടോ. നട്ടുച്ച സമയത്ത് റിമ എന്ന സാധു പെൺകുട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇയാള് ആ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അവളുടെ കൈക്ക് കടന്നു പിടിക്കാൻ ശ്രമിച്ചു, മോശമായിട്ട് സംസാരിച്ചു, പിന്നീട് അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അവിടെ എത്തി അതിനെ ചോദ്യം ചെയ്ത് നിരപരാധികളായ 2 ചെറുപ്പക്കാരെ തല്ലി അവശരാക്കി. മാർക്കോ എന്ന ഇയാൾ ഇതിനു മുൻപും ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അക്രമവും അടിയും ഒക്കെ ഇയാളുടെ കൂടപ്പിറപ്പ് പോലെയാണ്. ഇയാളുടെ കരുത്ത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ പലരും കോടതിയെ സമീപിക്കാതിരുന്നത്. മാത്രമല്ല ഇയാൾ ഇപ്പോഴും പുറത്ത് ജീവിക്കുന്നത് എന്നെല്ലാം മാർക്കോക്കെതിരായിട്ട് കോടതിയിൽ വാദിക്കുകയാണ് കേട്ടോ വക്കീല് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ റിമയും മേഘനും. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്